നമ്മുടെ വീട്ടിൽ ഒരാൾ വരാൻ വൈകിയാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതാരായിരിക്കും? ദേഷ്യപ്പെടാതെ, പരാതികളില്ലാതെ നമ്മളെ കാത്തിരിക്കുന്ന ആ കണ്ണുകൾ. നമ്മൾ സന്തോഷിക്കുമ്പോൾ കൂടെ തുള്ളിച്ചാടാനും നമ്മൾ കരയുമ്പോൾ ആശ്വസിപ്പിക്കാനും അവർക്ക് ഭാഷയുടെ ആവശ്യമില്ല. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മൃഗസ്നേഹികളെക്കുറിച്ചാണ്. പലരും ചോദിക്കാറുണ്ട്, ഇതിപ്പോ വെറുമൊരു പട്ടിയല്ലേ അല്ലെങ്കിൽ പൂച്ചയല്ലേ എന്ന്. എന്നാൽ ഒരു മൃഗസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം അത് വെറുമൊരു മൃഗമല്ല, അത് അവരുടെ കുടുംബാംഗമാണ്. ഒരു നായയുടെ വാലാട്ടലിലോ പൂച്ചയുടെ വികൃതിയിലോ ലോകത്തിലെ സകല സങ്കടങ്ങളും മറക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക മനസ്സ് അവർക്കുണ്ട്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹം എന്താണെന്ന് ഈ ഭൂമിയിൽ ശരിക്കും പഠിപ്പിക്കുന്നത് ഇവരാണ്. മനുഷ്യർക്ക് നമ്മളെ വഞ്ചിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ഒരു മിണ്ടാപ്രാണിക്ക് അത് കഴിയില്ല. നിങ്ങൾ സമ്പന്നനാണോ പാവപ്പെട്ടവനാണോ എന്നൊന്നും അവർക്ക് നോക്കാനില്ല. അവർക്ക് വേണ്ടത് നിങ്ങളുടെ കുറച്ച് സമയവും സ്നേഹവും മാത്രമാണ്. റോഡരികിൽ വിശന്നു വലയുന്ന ഒരു ജീവിയെ കാണുമ്പോൾ നെഞ്ചിൽ ഒരു വിങ്ങൽ തോന്നുന്നുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളിലും ഒരു വലിയ മൃഗസ്നേഹിയുണ്ട്. ഈ ലോകത്ത് നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ പലപ്പോഴും പലതും പ്രതീക്ഷിക്കാറുണ്ട്. എന്നാൽ ഒരു മൃഗത്തിന് നമ്മളോട് തോന്നുന്ന സ്നേഹം അങ്ങനെയല്ല. നിങ്ങൾ സുന്ദരനാണോ പണക്കാരനാണോ വലിയ വീടുണ്ടോ എന്നൊന്നും അവർക്കറിയണ്ട. അവർക്ക് വേണ്ടത് നിങ്ങളുടെ സാമീപ്യം മാത്രമാണ്. മനുഷ്യന്റെ സ്നേഹം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിയേക്കാം, പക്ഷേ ഒരു നായയുടെയോ പൂച്ചയുടെയോ സ്നേഹം അവസാന ശ്വാസം വരെ ഒരേപോലെയിരിക്കും. യജമാനൻ മരിച്ചാലും ആ ശവകുടീരത്തിനു മുന്നിൽ കാത്തിരിക്കുന്ന നായകളുടെ കഥകൾ നമ്മൾ എത്രയോ കേട്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ ഇതിലും വലിയ വിശ്വസ്തത മറ്റെവിടെയാണുള്ളത്? മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് സഹജീവികളോട് കരുണ കൂടുതലായിരിക്കും. ഒരു പൂച്ചക്കുട്ടി റോഡരികിൽ കിടന്ന് കരയുന്നത് കണ്ട് മനസ്സലിയുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു മനുഷ്യന്റെ വേദന കണ്ടില്ലെന്ന് വയ്ക്കാൻ കഴിയില്ല. നമ്മുടെ തെരുവുകളിൽ വിശന്നു വലയുന്ന എത്രയോ ജീവികളുണ്ട്. വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി അലയുന്നവർ. അവർക്കുവേണ്ടി ഒരു പാത്രം വെള്ളം വീടിന് പുറത്തു വയ്ക്കുന്ന ആ ചെറിയ പ്രവൃത്തിയുണ്ടല്ലോ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യം. നിങ്ങൾ അവരെ ഒരു നേരം ഊട്ടിയാൽ ആ ഒരു നേരത്തെ വിശപ്പല്ല നിങ്ങൾ മാറ്റുന്നത്, മറിച്ച് ആ ജീവിയുമായി ഒരു ജന്മത്തെ ബന്ധമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ തിരക്ക് പിടിച്ച ലോകത്ത് മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏകാന്തതയും സ്ട്രെസ്സുമാണ്. എന്നാൽ ഒരു മൃഗത്തെ വളർത്തുന്നവർക്ക് അറിയാം അത് നൽകുന്ന ആശ്വാസം. നിങ്ങൾ ഓഫീസിൽ നിന്ന് ദേഷ്യപ്പെട്ടോ സങ്കടപ്പെട്ടോ വന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ അവർക്ക് ഒരു നിമിഷം മതി. ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടതാണ്, ഒരു പൂച്ചയെയോ നായയെയോ താലോലിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓക്സിറ്റോസിൻ എന്ന ഹാപ്പി ഹോർമോൺ വർദ്ധിപ്പിക്കുമെന്ന്. അവർക്ക് നമ്മുടെ ബാങ്ക് ബാലൻസ് അറിയില്ല, നമ്മൾ എത്ര വലിയ ആളാണെന്നും അറിയില്ല. അവർക്ക് വേണ്ടത് നമ്മുടെ സാമീപ്യം മാത്രമാണ്. മനുഷ്യർ നമ്മളെ ജഡ്ജ് ചെയ്തേക്കാം, പക്ഷെ അവർ ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തില്ല. ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യനുവേണ്ടി മാത്രമാണെന്ന ചിന്തയാണ് ഏറ്റവും വലിയ തെറ്റ്. കടലിലെ മീനുകൾക്കും ആകാശത്തെ പക്ഷികൾക്കും തെരുവിലെ നായകൾക്കും ഈ മണ്ണിൽ തുല്യ അവകാശമുണ്ട്. അവരെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്. മൃഗങ്ങളെ സ്നേഹിക്കുക എന്നാൽ അവരെ കൂട്ടിലടച്ച് വളർത്തുക എന്നല്ല, മറിച്ച് അവരെ അവരായി ജീവിക്കാൻ അനുവദിക്കുക എന്നതാണ്. അവരോട് ക്രൂരത കാട്ടാതിരിക്കുക എന്നതാണ്. ഒരു ജീവിയെ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനുഷ്യത്വം കൂടിയാണ് ഇല്ലാതാക്കുന്നത്. സ്നേഹത്തിന് പലപ്പോഴും നമ്മൾ കണ്ടീഷനുകൾ വെക്കാറുണ്ട്. നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കും എന്ന ചിന്ത. എന്നാൽ മൃഗങ്ങളുടെ കാര്യം നോക്കൂ. തെരുവിൽ വിശന്നു വലയുന്ന ഒരു നായയ്ക്ക് നിങ്ങളൊരു ബിസ്ക്കറ്റ് നൽകിയാൽ അത് ജീവിതകാലം മുഴുവൻ നിങ്ങളെ കാണുമ്പോൾ വാലാട്ടും. നമ്മൾ മലയാളികൾക്ക് പ്രിയപ്പെട്ട കുറേ കഥകളുണ്ട്. യജമാനൻ മരിച്ചതറിയാതെ റെയിൽവേ സ്റ്റേഷനിൽ വർഷങ്ങളോളം കാത്തിരുന്ന ഹച്ചിക്കോയെപ്പോലെ, അല്ലെങ്കിൽ കേരളത്തിലെ പ്രളയകാലത്ത് തങ്ങളെ രക്ഷിക്കാൻ വന്നവർക്ക് വഴി കാണിച്ചു കൊടുത്ത വളർത്തുനായ്ക്കളെപ്പോലെ. അവർ കാണിക്കുന്നത് വെറും സ്നേഹമല്ല, അത് വലിയൊരു പാഠമാണ്. എങ്ങനെ നന്ദിയുള്ളവരാകാം എന്ന പാഠം. വീട്ടിലെ പെറ്റുകളെ സ്നേഹിക്കാൻ എളുപ്പമാണ്, എന്നാൽ യഥാർത്ഥ മൃഗസ്നേഹി ആരാണ്? റോഡരികിൽ പരിക്കേറ്റ് കിടക്കുന്ന ഒരു ജീവിയെ കാണുമ്പോൾ വണ്ടി നിർത്തി അവരെ സഹായിക്കാൻ തോന്നുന്നവരാണ് യഥാർത്ഥ ഹീറോകൾ. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ മാറുമ്പോൾ കഠിനമായ ചൂടിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ എത്ര പക്ഷികളും മൃഗങ്ങളുമാണ് ചത്തുപോകുന്നത്. നിങ്ങളുടെ വീടിന്റെ മുറ്റത്തോ ബാൽക്കണിയിലോ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ചു വെള്ളം വെക്കാൻ സാധിക്കുമോ? ആ ഒരു തുള്ളി വെള്ളം ഒരു ജീവൻ രക്ഷിച്ചേക്കാം. അതുപോലെ തന്നെ പ്രധാനമാണ് ഭക്ഷണത്തിനു വേണ്ടി നമ്മുടെ അരികിൽ വരുന്ന ജീവികളെ ഉപദ്രവിക്കാതിരിക്കുക എന്നത്. അവരോട് സ്നേഹം കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ക്രൂരത കാണിക്കാതിരിക്കാം. ഇന്ന് ഇന്റർനെറ്റിൽ നമ്മൾ കാണുന്നതിൽ ഭൂരിഭാഗവും ക്യൂട്ടായ മൃഗങ്ങളുടെ വീഡിയോകളാണ്. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നു. എന്നാൽ വെറുമൊരു വീഡിയോയിൽ ആ സ്നേഹം ഒതുക്കരുത്. കഴിയുമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഷെൽട്ടറുകൾ സന്ദർശിക്കുക. ഉപേക്ഷിക്കപ്പെട്ട ജീവികളെ ദത്തെടുക്കുക. നിങ്ങൾ വാങ്ങുന്ന ഒരു പട്ടിക്കുട്ടിക്കു പകരം തെരുവിലെ ഒരു ജീവിയെ ദത്തെടുക്കുമ്പോൾ നിങ്ങൾ ഒരു ജീവനാണ് രക്ഷിക്കുന്നത്. ഇനി എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു തെരുവ് നായയെയോ പൂച്ചയെയോ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ പേര് കമന്റ് ബോക്സിൽ പറയൂ. അതുപോലെ
നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗമേതാണ്? നിങ്ങളുടെ ലൈഫിൽ ഒരു പെറ്റ് വന്നതിനുശേഷമുണ്ടായ ഏറ്റവും വലിയ മാറ്റമെന്താണ്? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓർക്കുക, സ്നേഹം അത് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ളതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.